ജൂൺ 21 SDPI സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് SDPI പുത്തൂർ ബ്രാഞ്ച് കമ്മിറ്റി SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. പുത്തൂർ ദാറുൽ ത്വയ്ബയിൽ നടന്ന ചടങ്ങ് SDPI കോഴിക്കോട് ജില്ലാ ട്രഷറർ KK നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുതിയ സംഘങ്ങളും അതേപോലെ പുതിയ ചുവടുകൾ കാൽവെപ്പുകളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ഇതുപോലൊരു ജൂൺ 21 2009 ഇന്ത്യയിൽ പിറന്നു വീണു. ഇന്ത്യ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവും നീതിയും സുരക്ഷയും ലഭിക്കുന്നതിന് സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ആർജവത്തോടു കൂടി നിലയുറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ സ്ഥാപക ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ യുവാക്കൾ, വിദ്യാർത്ഥികൾ അവരുടെ ടാഗ്, കോക്രോച്ച് എന്ന ടാഗ് തലയിലേറ്റിക്കൊണ്ട് ഞങ്ങൾ പാറ്റകളാണ്, ഞങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട്, മാധ്യമങ്ങൾ അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ സമരത്തെ പാറ്റകൾ ഇറങ്ങി ഡൽഹിയിൽ എന്നാണ് ഇന്ന് തലക്കെട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത, ഒരുപാട് കാലം പഠിച്ച് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന യുവാക്കളെ അതേതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു തലമുറയെ ശല്യം ചെയ്യുന്നവർ എന്ന നിലയിൽ പാറ്റകളോട്, കോക്രോച്ചുകളോട് ഉപമിച്ചുകൊണ്ട് അവരാണ് ഈ രാജ്യത്തെ ഇന്നത്തെ പ്രതിസന്ധി എന്ന്, രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകേണ്ട, ഭരണഘടനാ മൂല്യങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, രാജ്യം ആദരിക്കുന്ന, ഭരണഘടനാപരമായി ആദരവിന് അർഹതയുള്ള ഒരു മഹത്തായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് രാജ്യത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കളെ ഇതേ രീതിയിൽ വിശേഷിപ്പിച്ചപ്പോൾ ഞങ്ങൾ പാറ്റകളാണ്, ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ, അവരുടെ നിലപാടുകൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് യങ് ഡെമോക്രാറ്റ്സ് സ്റ്റേറ്റ് ജോയിന്റ് കൺവീനർ നഫീസത്തുൽ മിസ്രിയ നിർവഹിച്ചു. ഏതൊരു സാധനം നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് നേടുമ്പോഴാണ് അതിന്റെ ബെനിഫിഷ്യൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ +2 SSLC ഒക്കെ ക്രാക്ക് ചെയ്തത് എങ്ങനെയാ? വെറുതെ ഇരുന്നിട്ടാണ്. നിങ്ങൾ ഉന്നത വിജയം കൈവരിച്ചത് വെറുതെ പോയി പരീക്ഷ എഴുതിയിട്ടല്ലോ. എനിക്കറിയാം, പല കുട്ടികളും ട്യൂഷന് പോകുന്നുണ്ടാവാം, ആ സമയങ്ങളിൽ ഉറക്കമൊഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ച് എണീപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ ആ ഒരു സമയം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംഗതി അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ നമ്മളിപ്പം SLC അല്ലെങ്കിൽ +2 എന്ന് പറയുന്നത് ഒരു സ്റ്റേഷൻ പോയിന്റ് ആണ്. നമ്മുടെ ഡ്രീമിലേക്കുള്ള, നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള വെറും സ്റ്റേഷൻ പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അല്ലേ? ഇനി നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയുണ്ട്? 10th കഴിഞ്ഞ ആൾക്കാരുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതിൽ 10th കഴിഞ്ഞ ആൾക്കാരൊന്ന് കൈവന്നിക്കുമോ? ആണ്. 2 അലോട്ട്മെന്റ് വന്നു തോന്നുന്നു, അല്ലേ? കിട്ടിയോ? ഇല്ല. ഏതാണ് നിങ്ങൾ സ്ട്രീം? ഏതാണ് മോൾ? ഏത് സ്ട്രീമിലാണ് തിരഞ്ഞെടുക്കുന്നത്? ഏതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സബ്ജക്ട്? ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. മോനോ? കമ്പ്യൂട്ടർ സയൻസ്. അയാളും ബയോളജി സയൻസ്. മിക്കവാറും
10th കഴിഞ്ഞാൽ നമ്മൾ 3 സ്ട്രീംസ് ആണ് മെയിൻലി നമുക്ക് ഉണ്ടാവുക. അതെന്തൊക്കെയാ? സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അല്ലേ? പുത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി PK ഷാനവാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുത്തൂർ ബ്രാഞ്ച് പ്രസിഡന്റ് KP അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം അഴിയൂർ ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ സബാദ് VP, അഴിയൂർ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ രാജിഷ സജീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വടകര മണ്ഡലം ട്രഷറർ സിദ്ദീഖ് പുത്തൂർ, വടകര മുനിസിപ്പൽ പ്രസിഡന്റ് M റഹീം, വടകര മുനിസിപ്പൽ സെക്രട്ടറി ഷഫീഖ് KK, അബ്ദുൾ റഷീദ് PV എന്നിവർ സംസാരിച്ചു. അബ്ദുൾ നാസർ AV ചടങ്ങിന് നന്ദി പറഞ്ഞു.